അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായും ഈ സഹകരണ ബാങ്കുകളിൽ നിന്നും നമ്മൾ വസ്തു ഈട് നൽകി ലോൺ എടുക്കാറുണ്ട്. മിക്കവാറും ഭവന വായ്പയ്ക്കാണ് കൂടുതലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മറ്റ് വായ്പകളും മറ്റ് കാര്യങ്ങൾ ഈട് നൽകാൻ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ വസ്തുവാണ് പണയപ്പെടുത്തി അല്ലെങ്കിൽ ഈട് നൽകി നമ്മൾ ലോൺ എടുക്കാറുള്ളത്. ചില സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ചോദ്യം, ഇങ്ങനെ വസ്തു പണയം നൽകി ലോൺ എടുക്കുമ്പോൾ ഏതെല്ലാം രേഖകൾ കൊടുക്കണം എന്നുള്ളതാണ് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ. അതിന് വിശദമായ മറുപടിയാണ് ഈ എപ്പിസോഡ് പൂർണ്ണമായും കണ്ടാൽ അതിന് സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർന്നു കിട്ടും. ഇതിന് സമാനമായ രേഖകൾ തന്നെയാണ് മറ്റ് ബാങ്കുകളിൽ നിന്നും നമ്മൾ വസ്തു ഈട് നൽകി ലോൺ എടുക്കുമ്പോൾ കൊടുക്കേണ്ടത്. നമുക്ക് സഹകരണ ബാങ്കിൻ്റെ കാര്യം പ്രത്യേകിച്ച് സ്പെസിഫിക്കായി തന്നെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് നിങ്ങൾ കൊടുക്കേണ്ട രേഖ